റാണി പക്ഷി സുന്ദർപൂരിലെ കാട്ടിലാണ് വസിച്ചിരുന്നത്. റാണി പക്ഷി പേരിൽ മാത്രമായിരുന്നില്ല റാണി, അവളുടെ ഹൃദയവും റാണിയെപ്പോലെ വളരെ വലുതായിരുന്നു. എന്നാൽ അവളുടെ മക്കളായ സോനുവും മോനുവും അമ്മയുടെ സ്വഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായിരുന്നു. ഇതുമൂലം റാണി വളരെ അസ്വസ്ഥയായിരുന്നു. സോനു, മോനു, എന്റെ കുട്ടികളെ, എവിടെയാണ് നിങ്ങൾ? പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവരൂ. എന്റെ തല വല്ലാതെ കറങ്ങുന്നു. പുറത്ത് തീമഴ പെയ്യുന്നത് പോലെ തോന്നുന്നു. നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി ഭക്ഷണവുമായി എങ്ങനെ വീട്ടിലെത്തിയെന്ന് എനിക്ക് മാത്രം അറിയാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഈ ചൂട് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? എല്ലാ പക്ഷികളും ദിവസവും ജോലിക്ക് പോകാറുണ്ട്. നിങ്ങളെപ്പോലെ എന്തൊരു ചൂട് എന്ന് ആരും പിടിച്ചു പറയില്ല. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. അമ്മയ്ക്ക് ബഹളം വെക്കുന്നത് ഒരു ശീലമായി മാറിയിരിക്കുന്നു. കുട്ടികളെ, വേനൽക്കാലം അതിന്റെ ഉച്ചസ്ഥായിലാണ്. മഴ ഉടൻ ആരംഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങളുടെ കൂട് നന്നാക്കിയിട്ടില്ല. ഇനിയും നമ്മൾ ഉണർന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഈ മഴയിൽ നമ്മുടെ കൂട് വളരെ മോശം അവസ്ഥയിലാകും. അമ്മേ, നിങ്ങൾ ബഹളം വെക്കുന്നത് ശീലമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷവും നിങ്ങൾ ഇതുപോലെ ബഹളമുണ്ടാക്കിയിരുന്നു. എന്തെങ്കിലും സംഭവിച്ചോ? അമ്മ നോക്കിക്കൂ, നമ്മുടെ കൂടിന് ഇനിയും 5-6 വർഷം ഒന്നും സംഭവിക്കില്ല. അമ്മ വെറുതെ എല്ലാ കാര്യത്തിലും പേടിച്ചുകൊണ്ടിരിക്കും. മോനെ, ഇത്ര മടിയനായിരിക്കുന്നത് നല്ല കാര്യമല്ല. പ്രായത്തിലും അനുഭവത്തിലും ഞാൻ നിന്നേക്കാൾ മുതിർന്നതാണ്. ഈ വർഷത്തെ മഴയെ നമ്മുടെ കൂടിന് താങ്ങാൻ കഴിയില്ല. മടിവിട്ട് കൂട്ടിൽ നിന്ന് പുറത്തു പോകൂ. നാളെ മുതൽ നിങ്ങൾ രണ്ടുപേരും എന്നോടൊപ്പം ജോലിക്ക് വരൂ. നമ്മൾ 3 പേർക്കും വൈക്കോലിന് മേൽ വൈക്കോൽ വെച്ച് പുതിയൊരു കൂടുണ്ടാക്കാം. വരാനിരിക്കുന്ന മഴക്കാലത്തേക്ക് വേണ്ട ധാരാളം ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ പുതിയ കൂട്ടിൽ സംഭരിക്കാം. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ മഴയെ എങ്ങനെയാണ് ഗംഭീരമായി സ്വാഗതം ചെയ്യുന്നതെന്ന്. അമ്മേ, പുറത്ത് ഭയങ്കര ചൂടാണ്. നമ്മൾ എങ്ങനെ പുറത്തിറങ്ങും? ഈ ചൂടിൽ ഞങ്ങൾക്ക് പുറത്തുപോയി ജോലി ചെയ്യാൻ കഴിയില്ല. റാണി തന്റെ മക്കളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ വാതിലിൽ, മോനെ സോനു, എണീറ്റ് പോയി നോക്കൂ, ആരാ വന്നതെന്ന്. അമ്മേ, ഞാൻ വിശ്രമിക്കുകയാണ്. എന്നെ കൊണ്ട് കഴിയില്ല. എന്തായാലും നിങ്ങളുടെ പ്രസംഗം കേട്ടതിനു ശേഷം എന്റെ മൂഡ് മോശമായി. തന്റെ മോന്റെ വാക്കുകൾ കേട്ട് റാണി പക്ഷി വിഷമിച്ച് വാതിലിനടുത്തേക്ക് പോകുന്നു. നോക്കിയപ്പോൾ മുന്നിൽ മിട്ടു അമ്മായി നിൽപ്പുണ്ട്. അല്ല മിട്ടു അമ്മായി, എന്തു പറ്റി? നിങ്ങൾക്ക് സുഖമില്ലേ? മോളെ, കഴിഞ്ഞ 2 ദിവസമായി എനിക്ക് എന്തോ വയ്യായിക തോന്നുന്നു. ധാന്യങ്ങൾ എടുക്കാൻ പോലും പുറത്തു പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. റാണിയുടെ അടുത്ത് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കാമെന്ന് ഞാൻ കരുതി. അമ്മായി, ഇരിക്കൂ. ഞാൻ ഇപ്പോൾ നല്ല ഫ്രഷ് ആയ ബ്ലാക്ക്ബെറി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാൻ അമ്മായിക്ക് കൊണ്ടുവന്ന് തരാം. അമ്മേ, ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരേണ്ടി വരുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലും പറയും. ഈ ആന്റി എല്ലാ 3 ദിവസം കൂടുമ്പോഴും സൗജന്യ ഭക്ഷണം വന്ന് കൊണ്ടുപോകും. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലേ? നീ ഇത് എന്താണ് പറയുന്നത്? ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അമ്മായി, തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. കുട്ടികളല്ലേ. ഈ ബ്ലാക്ക്ബെറി കൊണ്ടുപോകൂ. നിങ്ങൾക്ക് 2 നേരത്തേക്കുള്ള ഭക്ഷണത്തിനുള്ളതാകും. അടുത്ത ദിവസം രാവിലെ, മക്കളെ, സോനു, മോനു, ഇന്ന് ചൂട് കാറ്റാണ് വീശുന്നത്. ഇന്ന് വെയിലത്തിറങ്ങാൻ എനിക്ക് ഒട്ടും ധൈര്യമില്ല. മക്കളെ, നിങ്ങൾ 2 പേരും വലുതായി. പോയി ഇന്നത്തെ ഭക്ഷണത്തിനുള്ള ഏർപ്പാട് നിങ്ങൾ 2 പേരും ചെയ്യൂ. അമ്മേ, ആഹാരം കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഒരിടത്തും പോകുന്നില്ല. ബ്ലാക്ക്ബെറിയും മൾബറി പഴങ്ങളും കഴിച്ച് ഞങ്ങൾ മടുത്തു. ഇന്ന് ഞങ്ങൾക്ക് മാമ്പഴം കഴിക്കാൻ തോന്നുന്നു. ഞങ്ങൾക്ക് വേണ്ടി മാമ്പഴം തന്നെ കൊണ്ടുതരണം. കുട്ടികളുടെ വാക്കുകൾ കേട്ട് വിഷമിച്ച് റാണിപക്ഷി പുറത്തേക്ക് പോകുന്നു. റാണി മാവിന്റെ അടുത്തെത്തി. അയ്യോ, ഇത്രയും ചൂടോ? ശരീരത്തിന്റെ എല്ലാ ശക്തിയും തീർന്നതുപോലെ തോന്നുന്നു. എനിക്ക് എന്റെ ചുണ്ടിൽ 1-ൽ കൂടുതൽ മാമ്പഴം എടുക്കാൻ കഴിയുന്നില്ല. ഈ വലിയ മാമ്പഴങ്ങൾക്ക് വേണ്ടി എനിക്ക് 2-3 തവണ വരേണ്ടി വരുമെന്ന് തോന്നുന്നു. മക്കളുടെ നിഷ്ഫലമായ സ്വഭാവം കാരണം റാണിപക്ഷിക്ക് പൊള്ളുന്ന വെയിലിൽ മാവിന് ചുറ്റും പലതവണ ചുറ്റിക്കറങ്ങേണ്ടി വന്നു.
ദീർഘനേരം വെയിലത്ത് നിന്നത് മൂലം റാണി പക്ഷിക്ക് അസുഖം വന്നു. അടുത്ത ദിവസം, അമ്മേ, വിശക്കുന്നു. ഇന്ന് അമ്മ ആഹാരം കൊണ്ടുവരാൻ പോയില്ലല്ലോ. പെട്ടെന്ന് പോയി ആഹാരം കൊണ്ടുവരൂ. വിശന്ന് എന്റെ ജീവൻ പോകുന്നു. മോനെ, ഞാൻ ഇന്നലെ മധുരമൂറുന്ന തേനൂറുന്ന മാമ്പഴങ്ങൾ കൊണ്ടുവന്നതല്ലേ, നിങ്ങളത് മുഴുവൻ തീർത്തോ? അത് ഞങ്ങൾ രാത്രി തന്നെ തീർത്തു. അത് വിടൂ. ആ മരത്തിൽ ഇനിയും ഒരുപാട് മാമ്പഴങ്ങൾ നിൽപ്പുണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ മാമ്പഴങ്ങൾ കൊണ്ടുവരൂ. രണ്ടു മക്കളും പറയുന്നത് കേട്ട് റാണിപ്പക്ഷി മാങ്ങ കൊണ്ടുവരാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി. കുറച്ചു ദൂരം പറന്നപ്പോഴേക്കും അവൾ തല കറങ്ങി മരത്തിന്റെ ചൂട്ടിലേക്ക് വീണു. എനിക്ക് ചിറകുകൾ ഉയർത്താൻ പോലും കഴിയുന്നില്ല. എന്നെ കൊണ്ട് കഴിയില്ല. റാണിപ്പക്ഷി തന്റെ കൂട്ടിൽ പോയി കിടന്നു. അടുത്ത 2-3 ദിവസങ്ങൾ റാണിപ്പക്ഷിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും റാണിയുടെ അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു. വീട്ടിൽ അവശേഷിച്ച ബാക്കിയുള്ള ധാന്യം അത് സോനുവും മോനുവും കഴിച്ചു തീർത്തു. ഇപ്പോൾ അവർ വിശന്ന് മരിക്കുന്നതിന്റെ വക്കിലായിരുന്നു. ആ രാത്രിയിൽ തന്നെ ഇരുണ്ട മേഘങ്ങൾ ആകാശത്തെ വലയം ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ കനത്ത മഴ ആരംഭിച്ചു. ദൈവമേ, കരുണയുണ്ടാകണമേ. ഈ മഴ നിൽക്കുന്ന ലക്ഷണമൊന്നുമില്ല. മഴക്കാലം അടുത്തെത്തിയെന്ന് എനിക്ക് തോന്നിയിരുന്നു. പുറത്തെ കാലാവസ്ഥ നോക്കുമ്പോൾ അടുത്ത 4-5 ദിവസത്തേക്ക് മഴ നിലയ്ക്കില്ലെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്ത് സംഭവിക്കും? വീട്ടിൽ കഴിക്കുന്നതിന് വേണ്ടി ഒരു ധാന്യമണി പോലുമില്ല. മഴക്കാലം വരുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കൂടി ആഹാരം ശേഖരിച്ചു വെക്കാൻ കഴിയില്ലായിരുന്നോ? 2 ദിവസമായി വിശന്നിരിക്കുകയാണ്. അമ്മ കാരണം ഞങ്ങളും വിശന്ന് ചാകാറായി. മകന്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ റാണിക്ക് ദേഷ്യം വന്നു. നാണമില്ലായ്മയ്ക്ക് ഒരു പരിധിയുണ്ട്. നിങ്ങൾ ഇത്ര ഉപയോഗശൂന്യരല്ലായിരുന്നുവെങ്കിൽ ഈ ദിവസം കാണേണ്ടി വരില്ലായിരുന്നു. നിന്നെ പോലുള്ള 2 ആൺമക്കൾ വീട്ടിലുണ്ടായിരുന്നിട്ടും തകർന്ന കൂട്ടിൽ ഒരു അമ്മ വിശന്ന് വലഞ്ഞിരിക്കുന്നു. ഇതിനേക്കാൾ അപമാനകരമായ കാര്യം മറ്റെന്തുണ്ട്? എന്റെ പ്രായം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ഭക്ഷണമായാലും വെള്ളമായാലും എല്ലാത്തിനും നിങ്ങൾ അമ്മയോട് ആജ്ഞാപിക്കുന്നു. ഞാൻ 4 ദിവസത്തേക്ക് പുറത്തു നിന്ന് ഭക്ഷണവും വെള്ളവും കൊണ്ടുവന്നില്ലെങ്കിൽ മടി കാരണം നിങ്ങൾ ഇവിടെ കൂട്ടിൽ കിടന്ന് മരിക്കും. എങ്ങനെയെങ്കിലും ഈ കൂടിന്റെ മേൽക്കൂര കേടുകൂടാതിരിക്കുന്നതിൽ നന്ദിയുള്ളവരായിരിക്കുക. അല്ലാത്ത പക്ഷം ഇന്നത്തെ കൊടുങ്കാറ്റിൽ മേൽക്കൂര തകർന്നാൽ നമ്മൾ റോഡിലാകും. അപ്പോൾ നമ്മുടെ മരണം ഉറപ്പാണ്. മനസ്സിലാക്കൂ. എങ്ങനെയെങ്കിലും ഈ മഴക്കാലം കടന്നു പോകണമെന്നും പിന്നെ അത് കഴിഞ്ഞ് അവൾ തനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഒരുക്കാമെന്നും റാണിപ്പക്ഷി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരുപക്ഷെ അവളുടെ സമയം മോശമായതായിരിക്കാം. രാവിലെ ആയതോടുകൂടി മഴ വളരെ ശക്തമായി. മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ റാണിയുടെ കൂടിന്റെ മേൽക്കൂര പറന്നുപോയി. അമ്മ, ഇതെന്താണ് പറ്റിയത്? നമ്മുടെ കൂടിന്റെ മേൽക്കൂര കൊടുങ്കാറ്റിൽ പറന്നുപോയി. മഴവെള്ളം അകത്ത് മുഴുവൻ നിറയുകയാണ്. ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്തതിനുള്ള വില കൊടുക്കേണ്ട സമയമായി. ഇപ്പോൾ മനസ്സിലായോ അമ്മ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്? അമ്മ, വളരെ ശക്തമായ മഴയാണ്. ഞാൻ ഒരുപാട് നനഞ്ഞു. എനിക്ക് തണുക്കുന്നു. എന്തെങ്കിലും ചെയ്യൂ. വരൂ, ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിൽ ഒളിച്ച് മഴയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കാം. റാണിയും അവളുടെ 2 മക്കളും തന്റെ കൂട്ടിൽ നിന്നിറങ്ങി മരത്തിന്റെ ഒരു ഇടതൂർന്ന ശാഖയുടെ ഇടയിൽ ഒളിച്ചിരുന്ന് സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മിട്ടു അമ്മായി തന്റെ വീടിന്റെ ജനലിൽ കൂടി റാണിയും സോനുവും മോനുവും മഴയിൽ ബുദ്ധിമുട്ടുന്നത് കണ്ടു. ഏയ് റാണി, കൊടുങ്കാറ്റ് വന്നിരിക്കുന്നു. മഴയത്ത് നീ മരത്തിൽ എന്ത് ചെയ്യുകയാണ്? പോയി തന്റെ കൂട്ടിൽ പോയിരിക്കെ. എന്നിട്ട് വാതിലും ജനലും ഒക്കെ നന്നായി അടച്ചിടണം. അമ്മായി, എന്റെ വീട് ഈ മഴയത്ത് നശിച്ചുപോയി. എന്റെ മക്കളും ഞാനും വീടില്ലാത്തവരായി. മനസ്സിലാവുന്നില്ല ഈ കൊടുങ്കാറ്റിൽ എവിടെ പോകണമെന്ന്, എന്ത് ചെയ്യുമെന്ന്. ഇത്രയും വലിയ കാര്യം സംഭവിച്ചിട്ടും നീ എന്നോട് എന്താണ് പറയാത്തത്? പെട്ടെന്ന് തന്നെ എന്റെ കൂട്ടിലേക്ക് വരൂ. സംസാരിച്ച് സമയം കളയണ്ട. മിട്ടു അമ്മായി പറഞ്ഞത് കേട്ട് റാണിയും സോനുവും മോനുവും പെട്ടെന്ന് തന്നെ അവരുടെ കൂട്ടിലേക്ക് എത്തി. കുട്ടികളെ, നിങ്ങൾ തണുപ്പിൽ വിറയ്ക്കുന്നുണ്ടല്ലോ. എന്റെ കയ്യിൽ കുറച്ച് ധാന്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവരാം. കുറച്ച് ചൂട് കിട്ടിയാൽ നിങ്ങൾക്ക് സുഖം തോന്നും. അല്പസമയത്തിനുള്ളിൽ മിട്ടു അമ്മായി എല്ലാവർക്കും വേണ്ടി ചൂടുള്ള സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നു. സോനുവും മോനും അത് ഒറ്റയടിക്ക് തീർത്തു. റാണി, നീ സൂപ്പ് കുടിച്ചില്ലേ? പെട്ടെന്ന് തന്നെ സൂപ്പ് കഴിച്ചു തീർക്കൂ. നിനക്ക് വയ്യാത്തതല്ലേ?
പോയി കുറച്ച് വിശ്രമിക്കൂ. മിട്ടു അമ്മായി, നിങ്ങളുടെ ഈ ഉപകാരത്തിന് ഞാൻ എന്ത് പകരം നൽകും? ഇന്ന് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ മഴയിൽ ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട മോളെ. നീ ഈ വൃദ്ധയായ എന്നെ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട്. നിനക്ക് ഇത്രയും വർഷമായി എന്നെ അമ്മായിയായി കണ്ട് സേവിക്കാമെങ്കിൽ നിങ്ങളുടെ അമ്മായി എന്ന നിലയിൽ എനിക്ക് എന്റെ കടമ നിറവേറ്റാൻ കഴിയില്ലേ? ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നീ നിന്റെ മക്കളോടൊപ്പം എന്റെ വീട്ടിൽ സുഖമായി താമസിക്കും. മഴ തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിനക്ക് വേണ്ടി പുതിയ വീട് റെഡിയാക്കാം. ഞങ്ങളോട് ക്ഷമിക്കൂ അമ്മായി. ഞങ്ങൾ എപ്പോഴും നിങ്ങളെ കളിയാക്കിയിട്ടേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ച് ഇത് തെളിയിച്ചു. സത്യം ഒരിക്കലും പാഴായി പോകില്ല എന്ന്. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും നമ്മൾ മടി പിടിക്കില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കും. വീട്ടിലെ എല്ലാ ജോലികളിലും സഹായിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോൾ മഴ നിന്നു. ആകാശത്ത് സൂര്യൻ തിളങ്ങാൻ തുടങ്ങി. റാണി പക്ഷിയുടെ ആരോഗ്യവും നല്ലവണ്ണം മെച്ചപ്പെട്ടിരുന്നു. കുട്ടികളെ, നിങ്ങൾ അമ്മായിയോടൊപ്പം കൂട്ടിൽ തന്നെ ഇരിക്കൂ. ഞാൻ ആഹാരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. വേണ്ട അമ്മേ, അമ്മ അമ്മായിയോടൊപ്പം കൂട്ടിലിരിക്കൂ. ഞങ്ങൾ പോയി ആഹാരത്തിനും വെള്ളത്തിനുമുള്ള ഏർപ്പാടുകൾ ചെയ്തു വരാം. പിന്നെ സോനുവും മോനുവും ഒരുമിച്ച് നല്ല കുട്ടികളെ പോലെ അമ്മയ്ക്ക് തണലായി മാറുന്നു. ഇത്തരത്തിൽ റാണി പക്ഷിയുടെ ദുഃഖകരമായ ദിവസങ്ങൾ ഇല്ലാതായി.